ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്കൊരു 4 മുതൽ 5 മാർക്ക് വരെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാണ് ഫോർമാറ്റ്. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഈ സൈഡിൽ കാണിക്കും. എന്തെങ്കിലും പാർട്ട്നേഴ്സ് സാലറി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ സൈഡിൽ, കമ്മീഷൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ സൈഡിൽ. ഇനി നിങ്ങൾക്ക് തരുന്ന പ്രോഫിറ്റ് ഫിഗർ നിങ്ങൾ എഴുതേണ്ടത് എവിടെയാണ്? ഈ സൈഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഈ സൈഡിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യണം. വെറും ഡ്രോയിങ്സ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് എടുക്കേണ്ടതില്ല. എന്നിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ പ്രീവിയസ് പീരീഡിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീന ആൻഡ് രഹ്ന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അതായത് റീനയും രഹ്നയും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അവിടെ അവരെ പാർട്ട്നേഴ്സ് ആണ്. എത്രയാണ് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ? 3:2 ആണ്. വിത്ത് ക്യാപിറ്റൽസ് ഓഫ് 5 lakh ആൻഡ് 4 lakh റെസ്പെക്റ്റീവ്ലി. അതായത് റീന 5 lakhും കൊണ്ടുവന്നിട്ടുണ്ട്, രഹ്ന 4 lakhും കൊണ്ടുവന്നിട്ടുണ്ട്. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, അതായത് 31st March ഇയർ എൻഡഡ് ആയ അന്ന് ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% per annum. അതായത് ഈ ഒരു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ക്യാപിറ്റലിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജാ? 5%. ഒരു വർഷത്തേക്ക് 5% പിൻവലിക്കുന്നുണ്ട്. റീന ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് ₹2,500 per month. അതായത് റീനക്ക് ഓരോ മാസം 2,500 സാലറിയും കൊടുക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവരുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫോർമാറ്റിലേക്ക് പോയപ്പോൾ ആദ്യത്തെ ഐറ്റം ഏതാണ്? ആദ്യത്തെ ഐറ്റം ഇവിടെ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ? അത് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇവർ പറഞ്ഞിട്ടുണ്ട് 5% ഒരു ആനുമായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ എത്ര പാർട്ട്നേഴ്സ് ആണ് ഉള്ളത്? 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. റീനയും വലിക്കുന്നുണ്ട് ക്യാപിറ്റലിന്റെ പുറത്ത്, അതേപോലെ തന്നെ രഹ്നയും വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീനന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാ കാണുക? ഇൻട്രസ്റ്റ് രഹ്ന കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാന്ന് നോക്കുക. റീന കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാ? 5 lakhs ആണ് അല്ലേ? അതിന് എത്ര പെർസെൻറ്റേജ് എന്നാ പറഞ്ഞത്? ഒരു വർഷം 5%. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? 5 lakh എഴുതും. 5 lakh ഇൻറ്റു 5% അല്ലേ? 5% എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുക? ഇൻറ്റു 5/100. അപ്പൊ നമുക്ക് റീനന്റെ ഇൻട്രസ്റ്റ് കിട്ടി. എത്രയാണ്? 25,000 ആണ്. ഇനി രഹ്നന്റെ ഇൻട്രസ്റ്റ് കാണണം. എങ്ങനെയാ? രഹ്ന എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്? 4 lakh ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? 5% ആണ്. അപ്പോൾ 4 lakh ഇൻറ്റു 5% അല്ലേ? 5/100% കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് രഹ്നൻ്റെത് കിട്ടി. എത്രയാണ്? 20,000. ഇനി നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും പാർട്ട്ണർ സാലറി പിൻപറ്റുന്നുണ്ടോ അല്ലേ? ഒരു പാർട്ട്ണർ സാലറി പിൻപറ്റുന്നുണ്ടല്ലോ. ആരാണ്? റീന സാലറി ഉണ്ട്. റീനാസ് സാലറി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. റീനാസ് സാലറി, അതായത് റീനക്ക് സാലറി ഉണ്ട്. എത്രയാണ്? റീന ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 2,500 per month. ഒരു മാസം 2,500 ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇയറിൽ എത്ര മാസം ഉണ്ട്? 12 മാസം ഉണ്ട്. അപ്പോൾ 12 മാസത്തെ സാലറി നമ്മൾ ഡിഡക്ട് ചെയ്യണം. അതായത് 2,500 into 12 അല്ലേ? എത്രയാണ് റീനക്ക് കൊടുക്കുന്ന സാലറി? 30,000 ആണ് റീനന്റെ സാലറി. അപ്പോൾ ഇനി നമുക്ക് കമ്മീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല അല്ലേ? നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഉണ്ട്. പ്രോഫിറ്റ് എന്ന ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഈ വർഷം എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? 31st March 2021 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫിഗർ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി 1 lakh. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ടതില്ല. ഇനി നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ബാലൻസ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? 2 സ്ഥലവും ബാലൻസ് ചെയ്യുക. ഇതിൽ ഏത് സൈഡാണ് കൂടുതൽ? ഈ സൈഡാണ് കൂടുതൽ അല്ലേ? 1 lakhന്റെ സൈഡാണ് കൂടുതൽ, ഈ സൈഡ് കുറവാണ്. അപ്പൊ നമ്മൾ ഈ 1 lakhന്റെ എമൗണ്ട് നമ്മൾ 2 സൈഡിൽ എന്ത് ചെയ്യും? എഴുതും. ഇവിടെയും 1 lakh ചെയ്തും, ഇവിടെയും 1 lakh ചെയ്തും അല്ലേ? ഇനി ഏതാ കൂടുതലുള്ള സൈഡുള്ള ഏരിയ? ഈ സൈഡ് അല്ലേ? ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് കുറച്ച് ഫിഗർ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ വർഷത്തെ പ്രോഫിറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് തമ്മിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഫിഗർ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ 1 lakhൽ നിന്ന് ആരൊക്കെ മൈനസ് ചെയ്യാതാ? ഈ ഭാഗത്തുള്ള എല്ലാ ഐറ്റവും മൈനസ് ചെയ്യുക. 30,000 മൈനസ് ചെയ്തു സാലറി. രഹ്നന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20,000 മൈനസ് ചെയ്തു. റീനന്റെ 25,000. അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 25,000 ആണ് നമ്മുടെ ഈ വർഷത്തെ പാർട്ട്നേഴ്സ് തമ്മിൽ എടുക്കേണ്ട പ്രോഫിറ്റ്. ഇനി ഇതിൽ ആർക്കൊക്കെ എടുക്കണം? റീനക്കും കൊടുക്കണം, അതേപോലെ തന്നെ
രഹ്നക്കും കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ചാൽ റീന, അതായത് റീനന്റെ പ്രോഫിറ്റിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 25,000 ആണ് മൊത്തം പ്രോഫിറ്റ് ഉള്ളത് അല്ലേ. അതായത് 25,000 ആണ് പ്രോഫിറ്റ് ഉള്ളത് ഇൻറ്റു ഇവരെത്രയാണ്, റീനന്റെ ഷെയർ എത്രയാണ്, 3:2 ആണ്. അതായത് റീനക്ക് 3 ഉണ്ട്, 3 പാർട്ട്. എത്ര മൊത്തത്തിൽ എത്ര പാർട്ട് ഉണ്ട്, 5 ഉണ്ട്, 3+2. അതായത് റീനക്ക് അതിന്റെ എത്ര ഭാഗം കിട്ടും, 3/5 അല്ലേ. ടോട്ടൽ 5 ആണ്, അതിന്റെ 3/5 റീനക്ക് കിട്ടും. അതായത് 15,000 റീനക്ക് കിട്ടും പ്രോഫിറ്റ്. ഇനി നമുക്ക് രഹനക്ക് എത്ര കിട്ടും എന്നറിയണം. രഹനക്ക് കിട്ടുക 25,000ന്റെ എത്ര പെർസെൻറ്റേജാ, 25,000ന്റെ എത്ര പെർസെൻറ്റേജാ, പെർസെൻറ്റേജ് അല്ല, എത്ര പാർട്ടാ, 2/5 അല്ലേ. ഇവിടെ 2 അല്ലേ, 3 ആരുടെ ഇതെന്ന് പറയുന്നത്, രഹനൻ്റെ ഇത്. അപ്പോൾ 2 × 2/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10,000. ഇതായിരിക്കും ഇവരുടെ രണ്ടാളുടെയും ഈ വർഷത്തെ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.